ചേട്ടന് വീട്ടിൽ നിന്ന് കുത്തിരി ചോറും ഉണക്കമീനും ചമ്മന്തിയും. ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇവിടെ നമുക്ക് മോസസ് ബാസ്കറ്റിലാണ് കടത്താവുള്ളൂ. നമ്മുടെ അടുത്തൊന്നും കടത്താൻ പാടില്ല. ഞങ്ങൾ ഒളിച്ചും പാത്ത് ഇവിടെ ഇരിക്കണം. ഞങ്ങൾ സ്കാനിങ്ങിന് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പനെ നമ്മളെ പേടിപ്പിച്ചില്ലേ? അവനെ അറിയാം കൊച്ചിനെ മറ്റേ ഇവിടെ കൊണ്ടുപോകും. നിങ്ങൾ വേണമെങ്കിൽ പോക്കോ. അവനെ ഞങ്ങൾ വിചാരിച്ച പോലെ കിടുക്കി പൊടിച്ചു ഒന്നുമില്ല. വളരെ ശാന്തമായി ഉറങ്ങുന്നുണ്ട്. വേണ്ട, ചിക്കൻ ടിക്ക അടിച്ചു മാറ്റാനല്ലേ. ആൾക്ക് ടെമ്പറേച്ചർ കൂടുതലാണ്. നമുക്ക് ഡിന്നർ കിട്ടിയൊന്ന് അന്വേഷിക്കാവുന്നത്. ഇതാണ് കണ്ടോ ഡിന്നർ. ഇനി നിന്റെ പരിപാടി ഒന്നും നടക്കില്ല കുഞ്ഞൂട്ടാ. ഹലോ. അങ്ങനെ ഞങ്ങൾ ബേബി വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസത്തിൽ ഇവിടെ കിടക്കുകയാണേ. ഞങ്ങളുടെ അടുത്ത് കിടക്കണ്ടേ. അയ്യോ അവനാ സൗണ്ട് ഉണ്ടാക്കുള്ളൂ. തട്ടിക്കൊടുത്ത് അപ്പൊ അവൻ കരച്ചിലിപ്പോൾ മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ കട്ട് ചെയ്തത്. കുഞ്ഞിന്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, അവനിതൊന്നും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അവനിവിടെ അറിയില്ല ഇന്നത്തെ കാര്യം. ആരോ ബ്ലഡ് ടെസ്റ്റിനൊക്കെ എടുത്തോണ്ട് അയ്യോ ചോര ഒരു ഒത്തിരി എടുത്തോണ്ട് വേണ്ട കേട്ടോ. ഒരു 2 വലിയ ബോട്ടിൽ എടുത്തോണ്ട് വേണ്ട ചെറുത്. അപ്പൊ എന്തായാലും ഇന്നത്തെ കാര്യം എങ്ങനെയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന് ശേഷം അത് നമ്മുടെ കാര്യം അറിയാലോ. ഡിസ്ചാർജ് ആവുമെന്നറിയില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡ് ഞങ്ങൾ ലഞ്ച് ടൈമാണ്. ഞങ്ങൾ ലഞ്ച് ടൈം ആയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുന്ന് കൊണ്ട് തന്നേക്കണ ഇതാണ് ഫുഡ്. NHSൻ്റെ ഫ്രീ ഫുഡാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് മാത്രമേ ഈ ഫുഡുള്ളൂ. ഞങ്ങൾ പട്ടിണിയാണ്. ചേട്ടന് വീട്ടിൽ നിന്ന് കുത്തിരി ചോറും ഉണക്കമീനും ചമ്മന്തിയും. ഇവിടെ ഞാനുണ്ടാക്കിയ കറിയൊക്കെ ഉണ്ട്. പിന്നെ അമ്മ എന്താ ഉണ്ടാക്കിയ? അമ്മ രാവിലെ മുട്ടയൊക്കെ വറുത്തിട്ടുണ്ട് ഫ്രീക്കായിട്ട്. അപ്പം നിങ്ങളത് കഴിക്കണം. ഞാനിത് കഴിക്കും. എനിക്കിന്ന് ഇത് ജീര റൈസാണ്. ബോയിൽഡ് റൈസ്, ചിക്കൻ ടിക്ക മസാല, ബ്രോക്കോളി, ക്യാരറ്റ്, പിന്നെ ഒരു ആപ്പിൾ ജ്യൂസ്. പിന്നെ ഇന്നലെ എനിക്ക് ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു. ഇതെന്താണത്? അതെന്തൊരു കേക്കിന്റെ കഷ്ണവും. ഇന്ന് അവര് ഫുഡ് തന്നതല്ല അന്വേഷിക്കാൻ. അപ്പൊ നീ ഒരു പണി, നീ ഇത് കഴിക്ക്, ആപ്പിൾ ജ്യൂസ് എനിക്ക്, ഇത് എനിക്ക്. ഞാൻ ചേട്ടന് വേണമെങ്കിൽ ഈ ബ്രോക്കോളി തരാം. അതെനിക്ക് വേണ്ട, അത് തരാം. ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഇത് ലെമൺ ഡ്രിസിൽ കേക്ക് ഇൻ കസ്റ്റാർഡ് കണ്ടോ. ഒരു ഡെസേർട്ട് ഉണ്ടാവും, എന്തെങ്കിലും ഒരു സാലഡ് ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും. ഇത് ചിക്കൻ ടിക്ക മസാല എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. നല്ല രസമുണ്ട്. ക്യാരറ്റൊക്കെ വെറുതെ പുഴുങ്ങി ചെയ്യണം, ഉപ്പ് പോലും ഇട്ടിട്ടില്ല. അതല്ല, ഈ റൈസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഫില്ലാവും. ഇല്ല, ഇത്രയും വെച്ചാൽ ഫില്ലാവും. കറക്റ്റ് കാലോറിയാ. അങ്ങനെ നോക്കുമ്പോൾ പക്ഷേ എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഞാൻ ഇതൊക്കെ ചേട്ടൻ കഴിച്ചു കേട്ടോ. ഞാൻ ഈ കേക്ക് കഴിക്കും, ചിക്കൻ ടിക്ക മസാലയും കഴിക്കും. സാൾട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യം പോയി കഴിഞ്ഞാൽ ആദ്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം കിട്ടും. ഇന്നലെ എനിക്ക് ജസ്റ്റ് മിസ്സിങ് ഗ്രിൽഡ് ചിക്കൻ മിസ്സായി. എൻ്റെ അപ്പുറത്തെ ഇതിലുണ്ടായിരുന്ന ആ പെണ്ണ് ഗ്രിൽഡ് ചിക്കൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ചിക്കൻ തീർന്നു. പിന്നെ ഞാനെന്താ ഓർഡർ ചെയ്തത്? ഞാൻ എന്തോ ഒരു വെജിറ്റബിളിൻ്റെ സാധനം ഓർഡർ ചെയ്തു. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരാളെ നിർത്തുള്ളൂ. രാവിലെ തൊട്ട് 8 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ ഒരാളെ നിർത്തുള്ളൂ. അതിനുശേഷം വല്ല വിസിറ്റേഷനും അന്നും പോയൊക്കെ വരാം. 7 മണിക്ക് ശേഷം അല്ലല്ല, അതിന് മുമ്പ് എത്രയോ സമയമുണ്ട്. 3 മണി തൊട്ട് 4 മണി വരെ വിസിറ്റേഴ്സിന് വരാം. പിന്നെ 6 മണി തൊട്ട് 7 വരെ വിസിറ്റേഴ്സിന് വരാം. എനിക്ക് 2 കെയർ ടേക്കേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഒളിച്ചും പാത്ത് ഇവിടെ ഇരിക്കണം. എൻ്റെ അമ്മയും ഇവിടെ വിളിച്ചിരിപ്പുണ്ട്, ചേട്ടനും ഇവിടെ വിളിച്ച് കയറിയിട്ടുണ്ട്. 2 പേര്. പക്ഷെ അത് ഭയങ്കര ബോറാണ്. എൻ്റെ രാത്രി ഭയങ്കര കഷ്ടപ്പെട്ടു.
ആരും ഉണ്ടായില്ലല്ലോ. ഇവരെ ഇതിന് ബസർ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബസർ അടിച്ചു കഴിഞ്ഞാൽ ആരും വന്ന് തിരിഞ്ഞു നോക്കാൻ. പക്ഷെ കാര്യമില്ല, അവർക്ക് സ്റ്റാഫ് ഷോർട്ടേജാണ്. ഇതായിരുന്നു എൻ്റെ ഇന്നലത്തെ അവസ്ഥ. വളരെ ദയനീയമായിരുന്നു. ഞാൻ കരഞ്ഞായിരുന്നു. കുഞ്ഞോട്ടൻ അവിടെ നിന്ന് കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്നായിരുന്നു. എനിക്കതുകൊണ്ട് ഞാൻ ഇന്ന് വന്നപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത് ഇന്ന് ഡിസ്ചാർജ് ആവും. യൂഷ്വലി നമ്മളെ അയക്കാറുണ്ട് NHS വന്നു കഴിഞ്ഞാൽ വരുന്നു, വേഗം പ്രസവിക്കുന്നു, പോകുന്നു വീട്ടിൽ. ഇങ്ങനെയല്ല നമ്മളെ അയക്കുന്നത്. പക്ഷെ ഞങ്ങളെ വിടുന്നില്ല ഗൈസ്. ഞങ്ങളവിടെ പിടിച്ച് നിർത്തിയേക്കാണ്. ഇനി അടുത്ത ടെസ്റ്റ് ചെയ്ത് ഇവർ തന്നെ വെച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി. എന്നിട്ട് ടെസ്റ്റ് ചെയ്തു എന്നിട്ട് ലാസ്റ്റ് ഇൻഫെക്ഷനായിട്ട് അവർ തന്നെ എന്നിട്ട് വീട്ടിൽ പറഞ്ഞു വിടുന്നില്ല. അതാണ് അവസ്ഥ. വേണ്ട, ചിക്കൻ ടിക്ക അടിച്ചു മാറ്റാനല്ലേ. ടേസ്റ്റായിട്ട് ഞങ്ങള് ബ്രക്കോളി എടുക്കാനാ. അതിൻ്റെ കൂടെ ചിക്കൻ വന്നിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ടാ. അമ്മയ്ക്ക് ക്യാരറ്റ് തരാം, ചേട്ടന് ബ്രക്കോളി തരാം. ഉപ്പുണ്ട്. ഉപ്പോ? ചിക്കൻ ടിക്കയ്ക്ക് ഉപ്പുണ്ട്. ചിക്കൻ ടിക്കയ്ക്ക് ഉപ്പുണ്ടാവും, അല്ലെങ്കിൽ ബ്രക്കോളിക്ക് ഉപ്പില്ല. അത് സാലഡിന് ആരോ ഉപ്പിടുന്നത്. ഈ സാലഡ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കും, ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഒരു ബ്രക്കോളി നന്നായിട്ട് പുഴുങ്ങിയില്ല. വേണോ? അയ്യോ, സലാഡിൻ്റെ സ്പൂൺ എടുത്തില്ല. എടുക്കാം, 2 സ്പൂണുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ NHS അവസ്ഥ. ആപ്പിൾ ജ്യൂസിന് പുളിയുണ്ട്. ഞാൻ NHSന്റെ കാര്യം പറയട്ടെ. എനിക്ക് അവിടെ കുറ്റം പറഞ്ഞ് തീർന്നില്ല. എനിക്ക് കഴിയില്ല. ഞാൻ പറയട്ടെ, ഇന്നലെ നമ്മൾ അവരോട് എത്ര വട്ടം ചോദിച്ചു ചേട്ടനെ നിർത്താണ്ട്. ഞാൻ അവിടെ മുന്നിൽ നിന്ന് കരഞ്ഞു പറഞ്ഞില്ലേ, എന്നിട്ട് അവർ നിർത്തിയില്ല. അവർ പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞു എന്താ പറയുക, നമ്മൾ വീട്ടിൽ പോയിട്ട് ഡിസ്ചാർജ് ആയിട്ട് നാളെ വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് നമ്മളെ പേടിപ്പിച്ചില്ലേ. കൊച്ചിനെ കൊണ്ടുപോകും, നിങ്ങൾ വേണമെങ്കിൽ കൊച്ചിനെ കൊച്ചിന് ഇൻഫെക്ഷൻ വന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞ് സോഷ്യൽ സർവീസിനെ അറിയിക്കും, കൊച്ചിനെ തന്നുവിടൂല, എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ച്. അങ്ങനെ ഞങ്ങൾ ശരി ഞാൻ കരഞ്ഞ് ഞാൻ ഇവിടെ നിന്ന്. എൻ്റെ ആപ്പിൾ ജ്യൂസ് അതിൻ്റെ ഇടയിൽ കൂടെ തട്ടിയെടുക്കണം. നീ സംസാരിക്കുകയല്ലേ, അതിന് ഉപ്പുണ്ടോ കയ്പാണെന്ന് നോക്കണ്ടേ. നിനക്ക് തന്നെ എല്ലാ സാധനവും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ കഴിക്കാവുള്ളൂ. നല്ലതാണ് നോക്കണ്ടേ. എന്ത് സാധനം? ഉപ്പ്, പുളിപ്പ്, നല്ല പുളിപ്പുണ്ട്. അതെന്താ പറഞ്ഞു തന്നെ. NHS നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ആശുപത്രിയും ഒത്തിരി ആശുപത്രിയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം നല്ല ആശുപത്രി വിചാരിച്ചതാണ്. നമ്മളെന്നിട്ട് നല്ല ആശുപത്രി എന്ന് പറഞ്ഞല്ലേ മാറി എല്ലാവരും പറഞ്ഞിട്ട്. പക്ഷെ എല്ലാ NHS കണക്ക് അപ്പോയിൻമെൻറ്റും തരില്ല. വെരി ബാഡ്. നമ്മുടെ നാടാണ് നല്ലത് ഗൈസ്, അല്ലേ? ഹെൽത്ത് സ്പെസിഫിക്കലി പറയാം. ഹെൽത്ത് നമ്മളെ നേരത്തെ ഞങ്ങൾ നടന്ന ഓപ്പറേഷൻ്റെ കഥ കണ്ടിട്ടില്ലാത്തവർ അതിരുന്ന് കാണണം അല്ലേ? അത് കാണണം. മുന്നത്തെ എപ്പിസോഡിലുണ്ട് അത്. പക്ഷെ ഞങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, കാരണം പക്ഷെ ഞങ്ങൾക്കത് പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അവസ്ഥ. അതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഞങ്ങളെല്ലാം ഓർത്തെടുത്ത് അയവറുത്ത് പറയുന്നുണ്ട്. അങ്ങനെ 2ാമത്തെ ദിവസത്തെ അവസ്ഥ. ഇനി അടുത്ത എന്താന്ന് നമുക്ക്. കുഞ്ഞോട്ടൻ കുഴപ്പമില്ല, കുഞ്ഞോട്ടൻ ഉറങ്ങുവാണ്. കുഞ്ഞോട്ടന് ഓരോരുത്തർ വന്ന് ചെക്ക് ചെയ്തിരിക്കുക. കുഞ്ഞോട്ടൻ മൂക്ക് പാൽ പിടിച്ചിട്ട് കിടന്ന് ഉറങ്ങുവാട്ടാ. അവിടെ കിടക്കട്ടെ. ആടിക്കൊണ്ട് തന്നെ സെൽഫായിട്ട് ആടണ എന്താ? അത് സെൽഫായിട്ട് ആവാൻ കുറച്ച് മൂവ്മെന്റ് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക് ആടും. നമ്മളാണെങ്കിൽ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ഈ സാധനം പോകുമ്പോൾ നമുക്ക് എടുത്തോണ്ട് പോയാലോ? അത് എന്തോ 2-2-in-1 സാധനമാണ്. ഇത് നമുക്ക് ഈ കമ്പി എടുത്ത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ബെഡാവും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആട്ടാം ക്രിപ്പായിട്ട്. ഇല്ല. അതുകൊണ്ട് അവൻ്റെ തൊട്ടിലിനെ കുറിച്ച് വന്നപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ക്രിബ്. കുഞ്ഞൂട്ടനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞൂട്ടനെ എന്നെ ടെസ്റ്റ് ചെയ്ത് അവശതയായി. ഇനി എന്താന്ന് ബാക്കി നോക്കാം. ബാക്കി ശേഷം
സ്പീഡിൽ. കുറച്ച് നേരം ഉറങ്ങി. എവിടെ ഉറങ്ങി? 5 മിനിറ്റ്. പക്ഷെ എനിക്ക് കുറച്ച് നേരം ഉറങ്ങുള്ളൂ. അത് ഞാൻ ഞെട്ടി എണീക്കുക. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ആൾക്ക് ടെമ്പറേച്ചർ കൂടുതലാണ്. പനി ഇൻഫെക്ഷൻ പനി ഒലിച്ചു. നമുക്ക് കുട്ടി മഷിയിട്ടത് കൊണ്ട് ഇൻഫെക്ഷൻ കയറി നമുക്ക് ബ്ലഡിൽ. അപ്പം ഞങ്ങൾ വേറെ കാര്യം പറയാനായിട്ടാണ് വന്നേട്ടോ. ഞങ്ങൾക്ക് അടുത്ത ഫുഡ് കിട്ടി. ചായക്ക് വരോളാം. അതിന് ചായ തരാത്ത. ഇതാണ് ഡിന്നർ. ഇത് കണ്ടില്ലേ? ഇത് സാലഡിൽ കുക്കുംബർ, ടൊമാറ്റോ, പിന്നെ ലെറ്റൂസ്, പിന്നെ ഇതാണ് ഇത് നമ്മുടെ പൊട്ടറ്റോ, ഇത് നമ്മുടെ ഓംപ്ലേറ്റ്, പ്ലെയിൻ ഓംപ്ലേറ്റ്. ഇതിനകത്ത് എരിവും ഉണ്ടാവില്ല, ഉപ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഐസ്ക്രീം, ഒരു വാനില ഐസ്ക്രീം കിട്ടിയിരുന്നു കേട്ടോ. വാനില ഐസ്ക്രീം ആട്ടോ. ഇത് ആപ്പിൾ ജ്യൂസാണ്. കുഞ്ഞ ഈ ഇത് തിന്നെ, ആ മുട്ട തിന്നെ. ആ അതും കുടിക്കുക. ബാക്കി ഞാൻ കഴിച്ചോളാം. ബാക്കി കെച്ചപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് കുഞ്ഞൂട്ടന് അപ്പുറം കിടക്കണ്ട കേട്ടോ. കുഞ്ഞൂട്ടന് ഈ ഫാൻ ഇട്ടേക്കണോണ്ടേ കാറ്റടിക്കാൻ വേണ്ടി അങ്ങ് മാറ്റി കിടത്തേക്ക്. അതെ, ഞാൻ ആദ്യമായിട്ടിന്ന് കുഞ്ഞൂട്ടന് കറക്റ്റായിട്ട് നമ്മളവനെ മറ്റേ ഇതിൽ കിടത്തിയത് ക്യാരി വെടി കിടത്തി. നമുക്ക് ഡിന്നർ കിട്ടിയോന്ന് അന്വേഷിക്കാം. ഇതാണ് കണ്ടോ ഡിന്നർ. പാത്രം ചോറൊക്കെ. ഇവരുടെ ഡിന്നർ എന്താ ഇങ്ങനെ ഇരിക്കണേ? അതിപ്പോ നല്ല നേരെ അടക്കണ്ട നോക്കി. അപ്പൊ ഈ സാധനത്തിനകത്ത് ചേട്ടൻ നൈസായിട്ട് അങ്ങനെ പൊടിഞ്ഞ് വെച്ച് പാല് കൊടുത്തപ്പോൾ നൈസായിട്ടാണ് ഇരുന്ന് കുടിച്ച് കഴിഞ്ഞ് ബർപ്പി എന്നിട്ട് സിബ് തുറന്ന് കൈയിട്ട് കമത്തി ഇങ്ങനെ ചേട്ടൻ പിടിച്ച കറക്റ്റത്തിൽ പിടിച്ച് കരുത്തിലിങ്ങനെ പിടിക്കും. ആദ്യം ഇങ്ങനെ പിടിക്കുന്നതാണ്. എന്നിട്ട് അവൻ നല്ല മൂന്നെണ്ണം 4 ഇട്ടു. അങ്ങനെ അത് എനിക്ക് സന്തോഷായി. ഈ ചേട്ടൻ രക്ഷപ്പെട്ടവളല്ല. ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ് ബർപ്പി എന്നുള്ളത്. എടുത്ത് കഴിച്ചത്. അപ്പൊ നമ്മുടെ ഇത് നമ്മുടെ ഫോർമുല മിൽക്ക് തീർന്നു. അപ്പൊ നമ്മൾ ഫോർമുല മിൽക്ക് ഓർഡർ ചെയ്തു. ഏതാ ഓർഡർ ചെയ്തത്? ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഏതിന്റെ? എവിടുന്ന ആമസോണിൽ കിട്ടിയോ? ഞാനിപ്പോ ചെക്കൗട്ട് ചെയ്യാൻ എന്ത് പറയാൻ നല്ല കേസ്. ഞങ്ങൾ സ്കാനിങ്ങിന് വന്നേക്കാണിട്ട് ഇവിടെ. ഞങ്ങൾക്ക് ഇന്നൊരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാന്നല്ല, ഇതൊക്കെ കഴിഞ്ഞതുകൊണ്ട് സി സെക്ഷൻ ആയതുകൊണ്ട് അതെ അവർ വല്ലതും മറന്നു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അവരെടുത്തുകൊണ്ട് പോയിട്ട് എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ്. ആൾ ഉറങ്ങിയിട്ടില്ല. ആൾ 3-4 ദിവസമായി ഇന്ന് ഉറങ്ങിയിട്ട്. അതെ, ഞങ്ങൾ ബേബിനെ നേഴ്സറിയിലാക്കി. അവൻ നേഴ്സറിയിൽ നോക്കാമെന്ന് പറഞ്ഞു. അറിയില്ല, തിരിച്ചു പോകുമ്പോൾ ചെറുക്കൻ അവിടെ തല വെച്ച് വെച്ചിട്ടുണ്ടാവുമെന്ന്. ഒരു മനുഷ്യല്ല. എന്നാ തിരക്കാൻ നോക്കൂടെ. ഞാനും അമ്മയിരിപ്പുണ്ട്, വേറെ ആരുമില്ല. വന്നിട്ട് അരമണിക്കൂറായി. 12:10 ആയിരുന്നു നമ്മുടെ അപ്പോയിൻമെന്റ്. 12:05 നമ്മൾ എത്തി. 1 മണിക്കൂറാണ്. ചോദിച്ചു നോക്കി കേട്ടോ അവരോട്. സ്കാനിങ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച്
വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. വിശന്ന് വരഞ്ഞ് പണ്ടാരടങ്ങി. ഇന്നും ഇതുപോലെ തന്നെ കുറച്ച് ചോറ് ഇത് നമ്മുടെ സാധാ വെള്ളച്ചോറാന്ന് തോന്നുന്നു. പിന്നെ ഇത് ചിക്കൻ ടിക്കയല്ല, ചിക്കൻ ഇൻ ഇറ്റാലിയൻ സോസ്. വെറുതെ ചിക്കൻ പിഴുങ്ങിയിട്ട് ഇറ്റാലിയൻ സോസ് എന്നും പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് തക്കാളി ഉണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ട്, കുറച്ച് ബ്രക്കോളി, സാലഡാ, ക്യാരറ്റും ബ്രക്കോളിയും ഒന്നുമില്ല, വെറുതെ. പിന്നെ നമുക്കൊരു ഐസ്ക്രീം, ഒരു ആപ്പിൾ ജ്യൂസും, കുറച്ച് സാധനങ്ങളാണ്. ചക്കനെ നമ്മുടെ അവിടെ കൊടുത്തേക്കുമായിരുന്നു നഴ്സറിയിൽ. അവനെ കൊണ്ടെടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ വിചാരിച്ച പോലെ കിടുക്കി പൊടിച്ചു എന്നൊന്നുമില്ല, വളരെ ശാന്തമായി ഉറങ്ങുന്നുണ്ട്. പിന്നെ അവൻ മയക്കി കിടത്തിയാണെന്ന് ഡൗട്ടുണ്ട് ഞങ്ങൾക്ക് ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ വീട്ടിൽ പോവുകയാണ്. ആദ്യമായിട്ട് കാത്തിരുന്ന് ഡിസ്ചാർജ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചോദിച്ചാൽ നമ്മൾ വിടൂല. അങ്ങനെ ഇവിടെ ഡിസ്ചാർജ് പെട്ടെന്ന് ചെയ്ത് വിടണയാണ്, പക്ഷേ നമ്മൾ ഇത്രയും ദിവസം വൈകി. ഇത് സാധാരണ ഇവിടെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ വീട്ടിൽ വിടുന്ന സ്ഥലമാണിത്. പക്ഷേ നമുക്ക് 3 ദിവസം 3 രാത്രികൾ തന്നെ ഉറക്കാത്തതാണ് ചെക്ക്. അയ്യോ, ഇന്ന് തൊട്ട് എൻ്റെ ഉറക്കാൻ പോയി. അപ്പം ഞങ്ങളുടെ കുഞ്ഞോട്ടിൻ്റെ ഹോം കമ്മിങ് തീം എന്താണെന്ന് കാണിക്കുക. ഇതാ ഞാൻ കാണിക്കാം. ഞാൻ സർപ്രൈസ് ആയിട്ട് ഇന്ന് ഞങ്ങൾ ബാറ്റ്മാനായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇനി സ്പൈഡർമാൻ, സൂപ്പർമാൻ, അങ്ങനെ പല പല രൂപങ്ങളിൽ ഭാവങ്ങളിൽ ഞങ്ങൾ വരും. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞോട്ടനും കുഞ്ഞോട്ടൻ്റെ അമ്മയും കൂടെ റെഡിയായിട്ട് ഹോം കമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടുപേരും നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഡിസ്ചാർജ് കിട്ടി. അപ്പം നമ്മൾ കുഞ്ഞോട്ടനെ പതുക്കെ നമ്മൾ കാർ സീറ്റിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ റൂളൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് വേണം, കാർ സീറ്റ് വേണം. അപ്പോൾ കാർ സീറ്റിൽ സെറ്റായിട്ട് ബെൽറ്റൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ ഇവിടെ വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി പുറത്ത് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അവന് ഇത്തിരി ഒരു ചൂട് കിട്ടാൻ വേണ്ടി ഒരു ഡ്രസ്സ്, ഒരു ക്ലോത്തൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവന് ഭയങ്കര തണുപ്പടിക്കും. കണ്ട അവൻ്റെ ഡ്രസ്സ് കണ്ടോ, ബാറ്റ്മാൻ എങ്ങനെയുണ്ട് നോക്ക്, പൊളിയല്ലേ. അങ്ങനെ കുഞ്ഞോട്ടിന് ഉറക്കാം കേട്ടോ. അപ്പം നമുക്ക് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. കാണുന്ന പോലെ നല്ല കൈസ് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി വീഡിയോ പിടിച്ചിരുന്ന അമ്മയാണ് കേട്ടോ. അമ്മ ഇപ്പം നമുക്ക് വേണ്ടി വീഡിയോ പിടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ബാഗേജും സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. കണ്ടോ പുറത്ത് അത്യാവശ്യം മഴ കാര്യങ്ങളെല്ലാം ഉണ്ട്, തണുപ്പും ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പം ഞാൻ ആദ്യം കുറേ ലഗേജ് കൊണ്ട് കാറിൽ വെച്ചു. ഇപ്പോൾ രണ്ടാമത് തിരിച്ച് കുഞ്ഞുകുട്ടനെ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പം അവനെ കാർ സീറ്റിൽ കയറ്റി. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. മൂന്ന് ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതത്തിന് ശേഷം എത്തിയിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, പൂജയാണ് കേട്ടോ 3 ദിവസം കിടന്നത്. ഞങ്ങൾ നൈറ്റ് തിരിച്ച് വീട്ടിൽ വന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അകത്തേട്ട് കയറി. അപ്പോൾ നമ്മൾ ഓൾറെഡി കുഞ്ഞോട്ടിൻ്റെ മോസസ് ബാസ്ക്കറ്റും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച്. അവനെ എന്നിട്ട് ഉറക്കമാണ്. അവന് നല്ല തണുപ്പൊക്കെ ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഉറക്കമാണ്. അവൻ ഒരു രക്ഷയില്ല. ആരാണ് ഉമ്മ വയ്ക്കണേന്നാണ് അവൻ ചോദിക്കണേ. അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റും കാര്യങ്ങളെല്ലാം മോസസ് ബാസ്ക്കറ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മളിനി അവനെ തിരിച്ച് അതിനകത്തേട്ട് കടത്തണം. അപ്പം നമ്മൾ പതുക്കെ അവനെ അങ്ങോട്ട് കിടത്താനായിട്ട് പോവുക. അപ്പോൾ നമ്മളത് വിരിച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇവിടെ നമുക്ക് മോസസ് ബാസ്ക്കറ്റിലാണ് കിടത്താവുള്ളൂ. നമ്മുടെ അടുത്തൊന്നും കിടത്താൻ പാടില്ല. അത് കിടത്തിയപ്പോൾ തന്നെ അവൻ ചിണങ്ങാൻ തുടങ്ങുന്നുണ്ട്. അതിനകത്ത് കിടക്കുമോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാൻ കിടക്കുമോ ഇല്ലയോ എന്ന്. ഇനി നിന്റെ പരിപാടി ഒന്നും നടക്കില്ല കുഞ്ഞൂട്ടാ. ഉറങ്ങിക്കോ കുറച്ചേരം കൂടി. രാത്രി എങ്ങാനും എന്നെ എണീപ്പിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ 3 ദിവസം എന്നെ ഒറ്റക്കിട്ട് എന്ന് വരപ്പിച്ചവനാണ് ഈ കിടക്കണ മുതല്.
അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. കുഞ്ഞുട്ടിനെ നമ്മളിവിടെ മോസസ് ബാസ്കറ്റിൽ കടത്തി. ഇനി പൂജയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജയ്ക്ക് ഒന്ന് ഉറങ്ങണം. പൂജ ഉറങ്ങാൻ റെഡി ആയിട്ടിരിക്കണം. നീ എങ്ങനെയെങ്കിലും ഉറങ്ങും. 3 ദിവസം 3 നൈറ്റും വലുതായിട്ട് ഉറങ്ങിയിട്ടില്ല നീ. പെയിൻ എങ്ങനെയുണ്ട് ഇപ്പോൾ? പെയിനൊക്കെ ഉണ്ട്. കുഞ്ഞുട്ടിനെ വീട്ടിൽ കയറ്റി സന്തോഷിച്ചത് പെയിൻ പോയി അല്ലേ? അപ്പോൾ കുഞ്ഞുട്ടൻ എനിത്തിങ് എൽസ്? Stay tuned.